അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഡാനി പോൾ ഉണ്ട് വിവരങ്ങളുമായി. അതിരപ്പള്ളിയിൽ നിന്ന് ഡാനി, നിലവിൽ ഏതുവരെയായി ഈ ദൗത്യം? ശ്രീജ, ഇത് ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു എന്നതാണ്. അതിനെ മറ്റേ അനിമൽ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിനിപ്പോൾ എസ്കോർട്ട് പോകാനുള്ള വാഹനങ്ങളടക്കം വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ വാഹനങ്ങളടക്കം തയ്യാറായിരിക്കുന്നു. എന്തെങ്കിലും ഒരു അവശ്യ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം ഉൾപ്പെടെ അനുഗമിക്കുന്നുണ്ട്. അവർ കൂടി ഇതിനൊപ്പം ചേരുന്നു. അങ്ങനെയുള്ള ഒരു പൈലറ്റ് വാഹനങ്ങളടക്കം തയ്യാറായിരിക്കുന്നു എന്നതാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇപ്പോൾ മറ്റു വാഹനങ്ങൾ കടത്തിവിടാത്ത വഴിയാണ് ഇവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതാണ്ട് കോടനാട്ടേക്ക് 30 കിലോമീറ്ററോളം ദൂരമാണ് ഈ വഴി പോകുമ്പോഴുണ്ടാകുന്നത്. ഇവിടേക്ക് വരുന്ന മറ്റ് ഉപറോഡുകൾ ഇവിടെ എല്ലാം തന്നെ പൂർണ്ണമായും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് മറ്റു വാഹനങ്ങൾ കടന്നു വരാതിരിക്കാനും അഭിമുഖ വാഹനങ്ങൾ എത്താതിരിക്കാനുമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ആ ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണമായും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് ആനയെ കൊണ്ടുപോകുക എന്നതാണ്. ആനയെ അതിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു. കുങ്കി ആനകളുടെ സഹായത്തോടുകൂടി അതിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കുങ്കി ആന മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഭാഗത്തുള്ളത്. അത് 3 കുങ്കി ആനകളും ഈ ഭാഗത്ത് ഉണ്ട്. ഏതായാലും ഇതിന് തൊട്ടടുത്ത് നിന്ന് മാറിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനമോ മറ്റു കാര്യങ്ങളോ അത് കൂടി കണക്കിലെടുക്കുന്നു എന്നതാണ്. കാരണം അതുള്ളത് മറ്റ് ആനകൾ കൂടി ഈ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഏഴാറ്റുമുഖം കൊമ്പനെത്തിയതുപോലെ ഇത് ആനകളുടെ ഒരു പൊതുവിഹാര കേന്ദ്രമാണ് എന്നെല്ലാം തന്നെ പറയേണ്ടതാണ്. ഇപ്പോൾ അത് മൂവ് ചെയ്തിരിക്കുന്നു. വാഹനം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു എന്നതാണ്. അനിമൽ ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആനയുമായിട്ടുള്ള ആംബുലൻസ് മുന്നോട്ട് പോവുകയാണ്. അതിനൊപ്പം തന്നെ മറ്റ് പൈലറ്റ് വാഹനങ്ങളുണ്ട്. അനിമൽ ആംബുലൻസ് മുന്നോട്ട് നീങ്ങുന്നു. ഇനി കോടനാട്ടേക്കാണ് ഉള്ളത്. മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്കുള്ള വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്ന രീതിയിലുള്ള ആ ദൗത്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഉള്ളത്. ഇപ്പോൾ ആനയെ മറ്റേ കുങ്കിയാനകളും സമീപമുണ്ട്. ഇതിനുശേഷം ഇപ്പോൾ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ വാഹനം അല്പസമയത്തിനകം തന്നെ റോഡിലേക്ക് ഇറങ്ങുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അവിടേക്ക് വളരെ പെട്ടെന്ന് എത്താവുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. റോഡിൽ മറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൈലറ്റ് വാഹനങ്ങളുണ്ട്. ഇതിനുശേഷം വളരെ പെട്ടെന്ന് കോടനാട്ടേക്ക് എത്തുക എന്നതാണ് ഉള്ളത്. ഇപ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങുന്നു. അനിമൽ ആംബുലൻസ് മുന്നോട്ട് നീങ്ങുന്നു. മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനായി വനം വകുപ്പ് നടപ്പാക്കിയ ആ ദൗത്യം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് കോടനാട്ടേക്ക് അനിമൽ ആംബുലൻസിൽ ആനയെ കൊണ്ടുപോവുകയാണ്. അതിന് പിറകെ നോക്കുക, മറ്റ് 3 കുങ്കി ആനകളും എത്തിയിരിക്കുന്നു. ദൗത്യം അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. ദൗത്യം പൂർത്തീകരിച്ച് ഇപ്പോൾ അതിന് പിറകെ 2 കുങ്കി ആനകൾ കൂടി നടക്കുന്നു. ഏതായാലും അനിമൽ ആംബുലൻസ് മുന്നോട്ട് പോവുകയാണ്. അല്പസമയം ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് എവിടേക്ക് ചേരാൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ വളരെ പെട്ടെന്ന് കോടനാട്ടേക്ക് എത്തിക്കുക. അതിനുശേഷം മറ്റ് ക്രമീകരണങ്ങളിലേക്ക് ആരോഗ്യസ്ഥിതി നമുക്ക് പറയാനായിട്ടില്ല. സെഡേഷനിലാണ്, ഫുൾ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എത്ര സമയം എടുത്തു? 7:50 ലോഡ് ചെയ്യുന്നത് കയറുന്ന വരെയുള്ള ടൈം. ആശങ്ക നമ്മൾ തീർച്ചയായിട്ടും ആശങ്കയില്ല. സ്റ്റാൻഡിംഗ് സെഡേഷൻ നമ്മൾ ലാറ്ററൽ സെഡേഷനായി അത്രയും അല്ല. അപ്പൊ ഇതിപ്പോ ഇനിയിപ്പോ എത്ര പെർസെന്റേജ് പൂർണ്ണമായ
നമുക്ക് പറയാം. ഞാൻ പോട്ടെ, അങ്ങനെ പോകുന്നു. ഓക്കെ. എന്തെങ്കിലും പ്രതിസന്ധിയുടെ ഇടയിൽ നേരിട്ടിരുന്നോ? വലിയൊരു ദൗത്യത്തിനൊടുവിൽ മടങ്ങുകയാണ് ഡോക്ടർ. വലിയൊരു ദൗത്യത്തിനൊടുവിൽ മടങ്ങുകയാണ് ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം. സെഡേഷനിലാണ് ആനയുള്ളത്. അതുകൊണ്ട് തന്നെ ആ സെഡേഷൻ വിട്ടുമാറിയാൽ മാത്രമേ എത്രത്തോളം സ്റ്റേബിളാണ് ഈ ആനയുടെ അവസ്ഥ എന്നറിയാൻ കഴിയുള്ളൂ. അതിനനുസരിച്ചായിരിക്കും ചികിത്സ ഫലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ പരിക്കുമായി തന്നെയാണ് ഈ ആന പോകുന്നത്. അതിന് ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകിയിരുന്നെങ്കിലും അത് അത്ര കണ്ട് ഫലിച്ചില്ല. ഈ വന്യമൃഗങ്ങളിൽ ചികിത്സ നൽകുന്നത് എപ്പോഴും അങ്ങനെയാണ്. അതിൻ്റെ ആദ്യഘട്ടമാണ് മരുന്ന് നൽകി വിട്ടയക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം അതിനെ മയക്കുവെടി വെച്ച് ഒരു മനുഷ്യൻ്റെ മേൽനോട്ടത്തിൽ ചികിത്സ നൽകുക എന്നത് അടുത്ത ഘട്ടമാണ്. ആ രീതിയിൽ തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ കൊമ്പനെ കോടനാട്ടേക്ക് കൊണ്ടുപോകുന്നത്. ആ ദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ച കുങ്കിയാനകളാണ് മുന്നിൽ നടന്നു പോകുന്നത്. അവരവരുടെ ദൗത്യം നിർവഹിച്ച് കുഞ്ചുവും വിക്രമും ഒപ്പം കോന്നി സുരേന്ദ്രനും അവർ മൂന്നാളും മടങ്ങുകയാണ്. വനം വകുപ്പിൻ്റെ ഏറ്റവും വിശ്വസ്തരായ കുങ്കിയാനകളാണ് ഈ മൂന്ന് പേരും. ദിവസത്തെ ആ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മനസ്സിൽ ആർദ്രതയുള്ള മനുഷ്യർക്കൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ണിൽ നനവ് പടർത്തുമെന്ന് ഉറപ്പാണ്, ഞാൻ ഉൾപ്പെടെ. അത്ര ഹൃദയപൂർവ്വമാണ് ഇന്ന് രാവിലെ ആ മുറിവേറ്റ ആനയെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന ആ കാട്ടാന ചേർത്ത് നിർത്തിയത്. അതിന് മയക്കുവെടി ഏറ്റ ശേഷമുള്ള നിമിഷങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ആ മയക്കുവെടി ഏറ്റ സമയം തൊട്ട് മുറിവേറ്റ ആനയെ ചേർത്ത് പിടിക്കുന്ന ആ ഗണപതിയുടെ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ തൊടുകയാണ്. ഒരു വനംവകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് ഇപ്പോൾ കാണുമായിരുന്നു. അത് പറയുകയായിരുന്നു, ആന എന്ന് പറയുന്ന ആനയുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് മനുഷ്യന് ആലോചിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. സ്നേഹമാണെങ്കിൽ സ്നേഹം, അതല്ല ശത്രുതയാണെങ്കിൽ പിന്നെ അവസാനം. അതേ ഉള്ളൂ. മനുഷ്യനെ പോലെയല്ല. അതിനിടയിലുള്ള ഇടയ്ക്കുള്ള മീഡിയം ലെവൽ ഒന്നുമില്ല മൃഗങ്ങൾക്ക്. സ്നേഹമാണെങ്കിൽ ഇതാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാനുണ്ട് കൂടെ, ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആ ഉറപ്പ് നൽകലാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മനോഹരമായ ദൃശ്യം. ന്യൂസ് 18 പ്രേക്ഷകർ തത്സമയം തന്നെ ആ ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിലൂടെ കണ്ടു. പക്ഷെ ആ ചേർത്ത് പിടിക്കലിനൊടുവിൽ കുഴഞ്ഞു വീണുപോയ ആനയെ തനിച്ചാക്കിയാണ് ഏഴാറ്റുമുഖം ഗണപതിക്ക് മടങ്ങേണ്ടി വന്നത്. അപ്പോഴും ആ നിമിഷം വരെ, ആ വീഴുന്ന നിമിഷം വരെ കൂടെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. എത്ര മനോഹരമായിരുന്നു ആ ദൃശ്യങ്ങൾ എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചേർത്ത് പിടിച്ച് കൂടെ നിർത്തി, തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് കൂടെ നിർത്തിയിരിക്കുകയായിരുന്നു. ആ മസ്തകത്തോട് ചേർത്താണ് അതിനെ നിർത്തിയിരിക്കുന്നത്. അതിനൊടുവിലാണ് ആ സെഡേഷനിൽ ആന കുഴഞ്ഞു വീഴുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മറ്റേ ആനയെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ചികിത്സ നൽകുകയും തുടർന്നുള്ള കാര്യങ്ങളും സാധ്യമാവുമായിരുന്നുള്ളൂ. ആ നിമിഷങ്ങൾ വളരെ വളരെ
ടച്ചിങ് ആയിരുന്നു, ഇപ്പോഴും ടച്ചിങ് ആണ്. അതിനുശേഷം ആനയെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മയക്കത്തിൽ നിന്ന് പതുക്കെ ഉണർത്തിയ ശേഷമായിരുന്നു പിന്നീട് ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ആ മുറിവേറ്റ ആനയെ വെള്ളം ഒഴിച്ച് കുറച്ച് മയക്കം വെടിയിക്കുക. കാരണം അതിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി വേണമായിരുന്നു ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റാൻ. അപ്പോൾ അതിനെ മയക്കം വിടിയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്നതിൻ്റെ മറുപുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ ഇതാ കൂടുതൽ ദൃശ്യങ്ങൾ കിട്ടുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാം എങ്ങനെയാണ് ഈ കുങ്കി ആനകൾ ഈ ആനയെ തള്ളി ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയതെന്ന്. അത് പാതി മയക്കത്തിലാണുള്ളത്, അപ്പോഴും അതിന് ബോധമുണ്ട്. അത് കാട്ടാനയാണ്, അതിനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന ചെറിയ ബോധത്തിൽ അത് തിരികെ തന്നെ ഇറങ്ങും. പക്ഷേ 3 കാട്ടാനകളും ഈ തരത്തിൽ നമ്മൾ അരിക്കൊമ്പനെ അവിടെ നിന്ന് കയറ്റി വിടുന്ന ആ ദൗത്യത്തിൽ കണ്ടതാണ്. എങ്ങനെയാണ് ഈ മയക്കുവെടി വെച്ചതിന് ശേഷം അതിനെ മയക്കം പതിയെ കുറേശ്ശെ മയക്കം വെടിയിച്ച് അതിനെ എണീറ്റ് നിൽക്കാനാവുന്ന അവസ്ഥയിൽ എങ്ങനെ ഇങ്ങനെ ഒരു വണ്ടിയിലേക്ക് കയറ്റും. ഇതിന് സമാനമായ ദൃശ്യങ്ങളായിരുന്നു അന്ന് കണ്ടത്. അതേപോലെ തന്നെ ആ 3 വിശ്വസ്തരായ കുങ്കിയാനകൾ ഈ ആനയുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം പങ്കാളികളാവുന്നു. ആനയെ പതിയെ ഈ ലോറിയിലേക്ക് കയറ്റുകയാണ്. അതിൻ്റെ മയക്കത്തിലായിരുന്ന ആനയെ വെള്ളമൊഴിച്ചാണ് മയക്കത്തിൽ നിന്ന് കുറേശ്ശെ ഉണർത്തുന്നത്. അതിനുശേഷം ഈ വാഹനത്തിൽ കയറ്റി ഇപ്പോൾ കോടനാട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അതിരപ്പിള്ളിയുടെ ദൃശ്യങ്ങൾ നമുക്ക് പിറകിൽ കാണാം. ആ അതിരപ്പിള്ളിയുടെ കാട്ടിൽ അതിൻ്റെ വിഹാര കേന്ദ്രത്തിൽ നിന്നാണ് അതിനെ ഇപ്പോൾ കോടനാട്ടേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ കൊണ്ടുപോകുന്നത് ആരോഗ്യത്തോടെ തിരിച്ചയക്കാനാണ്. വനം വകുപ്പ് അവരുടെ ജോലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദൗത്യം, ഒരു വന്യജീവി പരിക്കേറ്റ് സ്വന്തമായി ആ മുറിവ് ഭേദമാക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അതിന് ചികിത്സ നൽകി ആരോഗ്യവാനാക്കുക എന്ന ആ വലിയ ദൗത്യം ഏറ്റെടുത്താണ് 120 പേരടങ്ങുന്ന ഒരു സംഘം ഇന്ന് പുലർച്ചെ മുതൽ അതിരപ്പിള്ളി ഭാഗത്ത് നിന്നതും അതിനുവേണ്ടി എല്ലാ പരിശ്രമവും നടത്തിയതും. അത് ഇന്നത്തെ പരിശ്രമമല്ല, കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഈ ദൗത്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കുകയായിരുന്നു വനം വകുപ്പ്. പിന്നീട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാം കൃത്യമായി പ്രവർത്തിച്ചു. അങ്ങനെ ആനയെ കയറ്റി ഇപ്പോൾ ആനിമൽ ആംബുലൻസ് കോടനാട് അഭയാരണ്യത്തിലേക്ക് പോവുകയാണ്. അവിടെയും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടാണ് വനം വകുപ്പ് കാത്തിരിക്കുന്നത്. ഈ ആനയെ അവിടെ എത്തിച്ച് ചികിത്സ നൽകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ചികിത്സ നൽകി അവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ കാട്ടിലേക്ക് അവരുടെ ഏറ്റവും അനുയോജ്യമായ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ വിടേണ്ടതുണ്ട്. അതാണ് ഈ ദൗത്യത്തിൻ്റെ 2ാം ഘട്ടം. അതിലേക്ക് കടക്കുകയാണ് വനം വകുപ്പ്.
ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. കോടനാട് അഭയാരണ്യത്തിലേക്ക് കാട്ടാനയുമായി ആനിമൽ ആംബുലൻസ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള 1 മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് നേരത്തെ ഡോക്ടർ അരുൺ സഖറി ഉൾപ്പെടെ പറഞ്ഞത്. ആനയുടെ മയക്കം വിട്ടുമാറുമ്പോൾ മാത്രമേ അത് ഏതവസ്ഥയിലാണ് ഉള്ളത്, എത്രത്തോളം ക്ഷീണിതനാണ് എന്നതൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ചികിത്സ നൽകുക. കോടനാട് അഭയാരണ്യത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് വനം വകുപ്പ് കാത്തിരിക്കുന്നത്. നേരത്തെ ആദ്യം തയ്യാറാക്കിയ കൂട് അതിനനുയോജ്യമല്ലെന്ന് കണ്ട് മാറ്റിയിരുന്നു. രണ്ടാമത് പണിത കൂട്ടിലേക്കാണ് ഇപ്പോൾ ആനയെ കൊണ്ടുപോകുന്നത്. അവിടെ വിശദമായ ചികിത്സയായിരിക്കും നൽകുക. ദിവസങ്ങളെടുക്കും ആ ചികിത്സ എന്നതുകൊണ്ടാണ് ഇന്ന് ഈ മയക്കുവെടി വെച്ച് ആനയെ കോടനാട്ടേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായത്. രാവിലെ തൊട്ട് വളരെ ഹൃദയഹാരിയായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടുപോകുന്നത്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മൃഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ നല്ല നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. മനുഷ്യൻ ഒരു മൃഗത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നത് ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുന്ന മനുഷ്യൻ്റെ പ്രയത്നത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. വളരെ പോസിറ്റീവായ, വളരെ നമ്മളെ ഹൃദയമുള്ളവർ എന്ന് നമുക്കൊക്കെ പരസ്പരം പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി നമ്മൾ ഈ ദിവസത്തെ മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സങ്കീർണമായി തുടരുന്നു. ന്യൂമോണിയ ബാധിച്ച് റോമിലെ ജെമല്ലി ആശുപത്രിയിലാണ് ഇപ്പോൾ പാപ്പയുള്ളത്. 5 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപർണ കുറുപ്പ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അപർണ, 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം അതിലൊരു ഘടകമാണ്. ന്യൂമോണിയയെ ചെറുക്കുന്നതിൽ പ്രായം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രാർത്ഥിക്കണമെന്ന് പാപ്പ പറയുമ്പോഴും ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതീവ സങ്കീർണമായ അവസ്ഥയിൽ കൂടെ മാർപ്പാപ്പ കടന്നു പോകുന്നു എന്നാണ് വത്തിക്കാനിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. ശ്രീജ, അദ്ദേഹം വളരെ ഇപ്പോൾ 88 പിറന്നാൾ അദ്ദേഹം ഡിസംബറിൽ ആഘോഷിച്ചു കഴിഞ്ഞതാണ്. അതായത് അത്രയും വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ കൂടിയാണ്. ചെറുപ്പത്തിൽ തന്നെ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് പണ്ട് തന്നെ മുറിച്ചു മാറ്റിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ശിശിരകാലത്തും ഒരു ബ്രോങ്കൈറ്റിസ് ബാധിതനാകുന്ന ഒരു സാഹചര്യം കൂടി അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തവണ ഈ ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള അസുഖത്തെ തുടർന്ന് നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ 5 ദിവസമായിട്ട് അദ്ദേഹം ആശുപത്രിയിൽ, അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ റോമിലെ ജെമലി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്നലെ നടത്തിയ CT സ്കാനിലാണ് 2 ശ്വാസകോശങ്ങളിലും അണുബാധയുള്ളതായി, ന്യൂമോണിയ ബാധയുള്ളതായി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഏത് രീതിയിലാണ് അദ്ദേഹം അത് അതിജീവിക്കുക എന്നുള്ള കാര്യം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ തവണ 88ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്തും അദ്ദേഹം അനാരോഗ്യം കാരണം രാജിവെച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പലതവണ ഇത് ഈ ഒരുപക്ഷെ പാപ്പൽ കോൺക്ലേവ് വളരെ പെട്ടെന്ന് നടന്നേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ വന്നപ്പോഴും തൻ്റെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ പ്രസ്താവനയിലൂടെയൊക്കെ അങ്ങനെ ഉണ്ടാവുകയില്ല, തനിക്ക് പ്രായമായിട്ടുണ്ട്, പക്ഷേ താൻ രാജിവെച്ചൊഴിയേണ്ട കാര്യമില്ല, അനാരോഗ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 2021 അദ്ദേഹത്തിന് വൻകുടലിനെ ബാധിക്കുന്ന രോഗം ഭേദമാക്കാൻ ശസ്ത്രക്രിയ ചെയ്തിരുന്നു. 2023 ഹെർണിയ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും ഇതുപോലെ കോൺക്ലേവ് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം വന്നതാണ്. അതെല്ലാം നിഷേധിച്ചിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമല്ല. വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വർഷമാണ് ഇത്തവണ. 1/4 നൂറ്റാണ്ടിൽ ഒരിക്കൽ നടത്തുന്ന ആഘോഷത്തിലൊക്കെ ഏകദേശം 30 ദശലക്ഷം പേരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോപ്പിൻ്റെ അനാരോഗ്യം അത് വിശ്വാസികളെ ഏറെ ആശങ്കയിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഇനി അടുത്തത് ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ മോശം അവസ്ഥയിലേക്ക് പോകുകയാണെങ്കിൽ ആരായിരിക്കും അടുത്ത പോപ്പ് എന്നതടക്കമുള്ള ചർച്ചകൾ പോലും തുടങ്ങിയതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു. 253 കർദിനാൾമാരാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 140 പേർ 80 വയസ്സിന് താഴെയുള്ളവരാണ്. അതിൽ തന്നെ ഇറ്റാലിയൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ റേ കോളേജ് ഓഫ് കർദിനാൾമാരുടെ ഡീൻ എന്ന നിലയിൽ തുടരാനുള്ള ഒരു എക്സ്റ്റൻഷൻ അദ്ദേഹം ഈ ആശുപത്രി ഫെബ്രുവരി 6 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ
നേരിട്ട് ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഈ കോൺക്ലേവിലേക്ക് നടക്കാനുള്ള ഒരു പ്രക്രിയ തൻ്റെ തന്നെ മേൽനോട്ടത്തിൽ അതിൽ ഉറപ്പുവരുത്താനുള്ള നീക്കമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പമാണ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്ക് എതിരായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തുടർന്ന പരാമർശം വന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കങ്ങൾ അടുത്ത മാർപ്പാപ്പയെ തീരുമാനിക്കുന്നതിൽ ഉണ്ടാകും. അമേരിക്കൻ ഭരണകൂടം ഇതിനകത്ത് കോൺക്ലേവിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയേക്കും എന്ന് വിലയിരുത്തപ്പെടലുകളുമുണ്ട്. അതിനിടയിൽ കൂടിയാണ് തൻ്റെ ഒരു തീരുമാനം കൂടി നടപ്പാവട്ടെ എന്ന തരത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കർദിനാൾ, ഇറ്റാലിയൻ കർദിനാളിനെ എക്സ്റ്റൻഷൻ കാലാവധി കൊടുത്തത് എന്ന് പറയുന്നു. ഇങ്ങനെ ചില നീക്കുപോക്കുകൾ, ചില ചർച്ചകൾ നടക്കുമ്പോഴും വലിയ പ്രാർത്ഥനയിലാണ് വിശ്വാസികൾ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞതായി വത്തിക്കാൻ പുറത്തോട്ട് വരുന്നു. പക്ഷേ നില അതീവ സങ്കീർണമാണ്, ആശങ്കാഭരിതമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് തുടക്കമിടുകയും അത്തരത്തിലുള്ള നിലപാടുകൾ വളരെ വ്യക്തമാക്കുകയും ചെയ്ത അർജന്റീനയിൽ നിന്ന് വന്ന പുരോഹിതൻ കൂടിയാണ്. അദ്ദേഹം ഏറെ മതിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ തുറന്ന അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കൊപ്പം ലോകവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി അദ്ദേഹം ആരോഗ്യവാനായി പതിവ് പോലെ മുമ്പൊക്കെയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴൊക്കെ അദ്ദേഹം തിരിച്ചെത്തിയിരുന്നു. അതുപോലെ തിരിച്ചെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ലോകം മുഴുവൻ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ തുടരും. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന എക്സൈസിന്റെ നിർദ്ദേശം CPM തള്ളി. ഇത് ഒഴിവാക്കിയാൽ വലിയ എതിർപ്പിനിടയാക്കുമെന്നാണ് വിലയിരുത്തൽ. മന്ത്രിസഭായോഗം തുടങ്ങിക്കഴിഞ്ഞു. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഇന്ന് മദ്യനയം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ വരികയാണെങ്കിൽ പുതിയ മദ്യനയം അധികം താമസിയാതെ തന്നെ പ്രഖ്യാപിക്കപ്പെടില്ലേ? തീർച്ചയായിട്ടും അധികം വൈകാതെ മദ്യനയം പ്രഖ്യാപിക്കപ്പെടും. അത് നേരത്തെ തന്നെ എക്സൈസ് മന്ത്രി MB രാജ് വ്യക്തമാക്കിയതാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ബ്രുവറിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ നിൽക്കുന്നു. ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ സാഹചര്യത്തിലാണ് പുതിയ മദ്യനയവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. ബ്രുവറി തുടങ്ങാൻ കഴിഞ്ഞതിന് മുമ്പത്തെ മദ്യനയം തീരുമാനിച്ചതാണ്. ഇപ്പോഴത്തെ മദ്യനയത്തിന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. IT പാർക്കുകളിൽ, വ്യാവസായിക പാർക്കുകളിൽ വ്യവസായ പാർക്കുകളിലൊക്കെ ഉള്ള മദ്യശാലയുടെ കാര്യത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ടൂറിസം മേഖലയിൽ കുറെ കൂടി ഇളവ്, നേരത്തെ തന്നെ ടൂറിസം മേഖലയിൽ പ്രത്യേക ബിയർ വൈൻ ലൈസൻസ് നൽകാനുള്ള തീരുമാനമുണ്ടായിരുന്നു. പ്രത്യേക അവസരങ്ങളിൽ അത്തരത്തിൽ ഉപയോഗിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇളവുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നു. ഡ്രൈ ഡേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് നിലവിലുണ്ട്. അത് ഒഴിവാക്കണമെന്ന അഭിപ്രായം ശക്തമാണ്, അശാസ്ത്രീയമെന്ന അഭിപ്രായം ശക്തമാണ്. എക്സൈസ് മന്ത്രിയും എക്സൈസ് വകുപ്പും അത്തരമൊരു ശുപാർശയാണ് അദ്ദേഹത്തിന്റെ കരടിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് CPMന്റെ ഒരു അനുമതി, രാഷ്ട്രീയ അനുമതി ലഭിച്ചിട്ടില്ല. ഡ്രൈ ഡേ കൂടി ഒഴിവാക്കിയാൽ സംസ്ഥാനത്ത് മദ്യം ഒഴുക്കുന്നു എന്ന വിമർശനത്തെ പ്രതിപക്ഷവും അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളും മതമേലധ്യക്ഷന്മാരും ഒക്കെ അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തമാകും. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അത്തരമൊരു വിമർശനം ഏറ്റുവാങ്ങാൻ, വിവാദമുണ്ടാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈ ഡേ തുടരാൻ തന്നെയാണ് സാധ്യത. ബാർ ഉടമകൾക്ക് ലൈസൻസ് ഫീസ് അതിൽ ചെറിയ വർധനയുണ്ടാകും. എത്രയാണെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഈ മദ്യനയം ചർച്ച ചെയ്ത് അനുമതി നൽകും എന്ന് തന്നെയാണ്, ഭരണപരമായ അനുമതി നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ മദ്യനയം പ്രഖ്യാപിക്കും. ഇപ്പോൾ പുരോഗമിക്കുന്ന ഈ മാർച്ച് 30 അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള എക്സൈസ് നയമാകും മന്ത്രി MB രാജേഷ് പ്രഖ്യാപിക്കുക. അതിന്റെ കരടാണ് ഇന്ന് മന്ത്രിസഭാ യോഗം പരിഗണിക്കുന്നത്. ഇടതുമുന്നണി യോഗത്തിൽ ഒരുപക്ഷെ ഈ മദ്യനയം ചർച്ചയായേക്കാം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മോഷണം തടയാൻ മദ്യക്കുപ്പികൾക്ക് പൂട്ടിടുകയാണ് ബിവറേജസ് കോർപ്പറേഷൻ. ഔട്ട്ലെറ്റുകളിൽ കുപ്പിയുടെ കഴുത്തിൽ ഇനി മുതൽ പ്രത്യേക ടാഗ് ഉണ്ടാവും. ഈ കുപ്പികൾ ബില്ല് ചെയ്യാതെ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വാതിൽക്കൽ വെച്ചിട്ടുള്ള സെൻസറിൽ അലാം മുഴങ്ങും. കുപ്പിക്കള്ളന്മാർക്ക് പിടിയും വീഴും, നാണവും കിടും. ഇങ്ങനെ കറങ്ങി നിന്ന് കുപ്പിയുമെടുത്ത് മുങ്ങുന്നവർ ജാഗ്രതയിൽ. മദ്യക്കുപ്പി മോഷണം ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ഇനി നടക്കില്ല. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ ദാ ഇങ്ങനെ പിടിവീഴും. ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ മോഷണം വ്യാപകമായതോടെയാണ് മദ്യക്കുപ്പികളുടെ കഴുത്തിൽ പൂട്ടുവീഴുന്നത്.
മദ്യക്കുപ്പികളിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗ് ഇടും. ബില്ല് ചെയ്ത ശേഷം ഈ ടാഗ് ജീവനക്കാർ തന്നെ നീക്കം ചെയ്തു നൽകും. ബില്ല് ചെയ്യാതെ കുപ്പിയുമായി കടക്കാൻ ശ്രമിച്ചാൽ നേരത്തെ കണ്ടതുപോലെ പിടിവീഴും. തിരുവനന്തപുരത്തെ പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ സംവിധാനം വൈകാതെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ടാഗിന് പുറമെ കുപ്പികളിൽ പ്രത്യേക ബാർകോഡ് ഒട്ടിക്കാനും ആലോചനയുണ്ട്. 4 ലക്ഷത്തിലേറെ രൂപയുടെ മദ്യമാണ് സമീപ മാസങ്ങളിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മോഷണം പോയത്. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിസഭായോഗം നടക്കുന്നു. നിർണായക ഇടതുമുന്നണിയുടെ യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. നയപരമായ കാര്യങ്ങൾ പോലും CPM ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. അത് ഈ യോഗത്തിൽ പ്രതിഫലിച്ചേക്കുമെന്നതാണ് വിവരങ്ങൾ. സംസ്ഥാനത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരായ സമരപരിപാടികൾ തീരുമാനിക്കാനാണ് മുന്നണി യോഗം. എന്നാൽ മുന്നണിക്കകത്ത് തന്നെ പരിഹരിക്കാൻ പ്രശ്നങ്ങൾ നിരവധിയാണ്. അടുത്ത കാലത്തായി നയപരമായ കാര്യങ്ങളിൽ പോലും CPM ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു എന്ന വിമർശനം ഘടകകക്ഷികൾക്കുണ്ട്. എലപ്പുള്ളിയിലെ ബ്രൂവറി തന്നെ പ്രധാന ഉദാഹരണം. മുന്നണിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യാത്തതിൽ CPIക്കും RJDക്കും അതൃപ്തിയുണ്ട്. ജലചൂഷണത്തിന് കാരണമാകുന്ന പദ്ധതി തന്നെ ഉപേക്ഷിക്കണമെന്ന അഭിപ്രായം CPI മുന്നണി യോഗത്തിൽ വ്യക്തമാക്കിയേക്കും. എന്നാൽ ഇതിന് CPM തയ്യാറാകാൻ ഇടയില്ല. കിഫ്ബി റോഡുകളിലെ ടോൾ പിരിക്കാനുള്ള നീക്കത്തിലും വിയോജിപ്പുള്ളവരുണ്ട്. സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമോ എന്ന കാര്യത്തിലും ഘടകകക്ഷികളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട്. ഇത്തരം വിഷയങ്ങൾ മുന്നണി യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനും മുന്നണി യോഗം രാഷ്ട്രീയ അനുമതി നൽകിയേക്കും. NCP RJD പാർട്ടികളിലെ ആഭ്യന്തര തർക്കങ്ങളും മുന്നണിക്ക് തലവേദനയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ മുന്നണി യോഗത്തിൽ കാര്യമായ ചർച്ചയ്ക്ക് സാധ്യതയില്ല. സാധാരണ AKG സെന്ററിൽ ചേരാറുള്ള മുന്നണി യോഗം CPIയുടെ നവീകരിച്ച ആസ്ഥാനത്താണ് ഇന്ന് ചേരുക. അവരുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. PV അരുൺ തന്നെ വിവരങ്ങൾ നൽകും. അരുൺ, വലിയൊരിടവേളയ്ക്ക് ശേഷം LDF യോഗം MN സ്മാരകത്തിൽ CPIയുടെ സ്വന്തം തട്ടകത്തിൽ ചേരുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ഒരുപാട് പരാതികളുണ്ട്. 1 2 അല്ല, ഒരുപാട് വിഷയങ്ങളിൽ ഘടകകക്ഷികളിൽ പലർക്കും പരാതിയുണ്ട്. CPIക്ക് പ്രത്യേകിച്ചും പരാതിയുണ്ട്. ഈ പരാതികൾ ഉന്നയിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നതിലാകട്ടെ അണികൾക്ക് അമർഷവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനിയും അത് തുടർന്നു കൊണ്ടുപോകാൻ CPIക്ക് കഴിയുമോ? ഇന്നത്തെ LDF യോഗത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, പരാതികൾ, സംശയങ്ങൾ, ആശങ്കകൾ, അത് പ്രധാനമായും ഇടതുമുന്നണിയുടെ നയത്തിൽ ഇടതുമുന്നണി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പരിഷ്കാരങ്ങളിൽ അത് ഒന്ന് ഈ ബ്രുവറി പോലുള്ള എക്സൈസുമായി ബന്ധപ്പെട്ട മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ബ്രുവറി, പാലക്കാട്ടെ ബ്രുവറി വേണമോ, പാലക്കാട് തന്നെ വേണമോ, ജലചൂഷണം ഏറ്റവും അധികം ഉണ്ട് എന്ന് ആരോപിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ വിവരമുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. ശുദ്ധജല ദൗർലഭ്യമുള്ള ജില്ലയാണ്. കടുത്ത വേനൽ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ജില്ലയാണ്. അവിടെ തന്നെ ഈ ബ്രുവറി വേണോ, കഞ്ചിക്കോട് തന്നെ ബ്രുവറി വേണോ? അവിടെ ഈ ബ്രുവറി ആരംഭിച്ചാൽ അവിടുത്തെ കൃഷി അത് ബാധിക്കില്ലേ? കാർഷിക ജില്ല കൂടിയാണ് പാലക്കാട്. കൃഷിക്ക് വെള്ളമില്ലാതാകും, ആളുകളുടെ കുടിവെള്ളം നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഇത്തരമൊരു പദ്ധതി എന്ന ചോദ്യമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. CPIയുടെ പാലക്കാട് ജില്ലാ നേതൃത്വം കടുത്ത എതിർപ്പ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവും പാലക്കാട് ജില്ലാ നേതൃത്വം നിലപാടിനൊപ്പം നിന്ന് ബ്രുവറി പദ്ധതി തന്നെ ഉപേക്ഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ അക്കാര്യം അറിയിക്കാൻ വിനു വിശ്വത്തെയും K രാജൻ ഉൾപ്പെടെയുള്ളവരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇക്കാര്യം ഇന്ന് മുന്നണി യോഗത്തിൽ അറിയിക്കാൻ തന്നെയാണ് സാധ്യത. അറിയിക്കാതെ അടുത്ത സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ ഒരുപക്ഷെ വിനു വിശ്വത്തിനും അത്ര ധൈര്യമുണ്ടാകില്ല. അത്രയധികം എതിർപ്പ് എക്സിക്യൂട്ടീവ് ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് അതേ വികാരത്തോടു കൂടി അറിയിക്കുമോ, അല്ലെങ്കിൽ ഇതിനൊന്നുകൂടി പരിശോധന വേണമെന്ന് ആവശ്യപ്പെടുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. RJDക്കും അവർക്ക് ബ്രുവറി തുടങ്ങുന്നതിലല്ല, മറിച്ച് ബ്രുവറി പോലുള്ള പദ്ധതികൾ ആരംഭിക്കുമ്പോൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തുകൊണ്ട് മുന്നണി നേരത്തെ ചർച്ച ചെയ്തില്ല? മുന്നണി എന്തിനെ ഇരുട്ടിൽ നിർത്തിയെന്ന ചോദ്യമാണ് RJD മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് അവർ ഇടതുമുന്നണി കൺവീനർക്ക് കത്ത് നൽകിയത്. സ്വകാര്യ സർവകലാശാല ബന്ധപ്പെട്ട വിഷയത്തിലും CPIക്കും RJDക്കും CPI മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തതെങ്കിൽ പോലും അതിൽ ചില സംശയങ്ങളുണ്ട്. അവരുടെ സംശയങ്ങളൊക്കെ നേരത്തെ മന്ത്രിസഭാ യോഗത്തിലുള്ള സംശയങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രി P രാജീവും ഒക്കെ മറുപടി നൽകിയതാണ്. പക്ഷേ രാഷ്ട്രീയമായി ഇനിയും ചില സംശയങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഈ ബില്ല് സെലക്ട് കമ്മിറ്റി കൊണ്ടുവന്ന അടക്കമുള്ള ആവശ്യങ്ങൾ CPI ഇടതുമുന്നണി യോഗത്തിൽ ഉന്നയിച്ചേക്കും. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ LDF യോഗത്തിൽ എങ്ങനെയൊക്കെയായിരിക്കും ഘടകകക്ഷികൾ അവരുടെ അതൃപ്തി പ്രകടമാക്കുക, അല്ലെങ്കിൽ അത് പ്രകടമാക്കാനുള്ള ധൈര്യം കാണിക്കുമോ എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്.
കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമായിരുന്നു തരൂരും ഗാന്ധി കുടുംബവും തമ്മിലുള്ള അകൽച്ചയും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും. ആ അകൽച്ചയുടെ മഞ്ഞുരുകിയ ആത്മവിശ്വാസത്തിലാണ് തരൂർ ഇപ്പോൾ ഇന്നലത്തെ കൂടിക്കാഴ്ച ശുഭസൂചകമായിരുന്നു എന്നും അഭിപ്രായ സമന്വയത്തിന് വഴി തുറന്നു എന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലേഖന വിവാദം ആയുധമാക്കി ശശി തരൂരിനെ രാഷ്ട്രീയമായി പ്രഹരിക്കാൻ നീക്കം നടത്തിയ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറി രാഹുൽ ഗാന്ധിയുമായി തരൂർ നടത്തിയ കൂടിക്കാഴ്ച. സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതി എന്നതിനപ്പുറം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിർണായക ചർച്ചകൾ നടക്കുന്ന 10 ജൻപതിൽ ശശി തരൂർ എത്തുമ്പോൾ രാഹുലിനെ കത്ത് നിരവധി നേതാക്കൾ വസതിയിലുണ്ടായിരുന്നു. തരൂർ എത്തിയതിന് പിന്നാലെ കാത്തുനിന്ന മുഴുവൻ നേതാക്കളെയും പുറത്തു നിർത്തി അടച്ചിട്ട മുറിയിലായിരുന്നു 1 മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ച. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഏറെ ആത്മബന്ധമുണ്ടായിരുന്ന ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലം തരൂർ വിശദീകരിച്ചതായാണ് സൂചന. തരൂരിന് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകളും ചർച്ചയിൽ ഇടം പിടിച്ചതായാണ് വിവരം. തരൂരിന്റെ പരിഭവങ്ങൾ അനുഭാവപൂർവ്വം കേട്ട രാഹുൽ ഗാന്ധി പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ വൈകാതെ തന്നെ നടത്തിയേക്കും. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യ ചർച്ചയാകുന്നതിൽ രാഹുൽ ഗാന്ധിക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ 10 ജൻപതിൽ നിന്ന് ശശി തരൂർ മടങ്ങിയതും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മന്ത്രിസഭാ യോഗം ഇപ്പോൾ നടക്കുന്നു. LDF യോഗം വൈകിട്ട് നടക്കാനിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി ആരാണെന്ന് ഇന്നറിയാം. അങ്ങനെ വാർത്തകൾ കൊണ്ട് വളരെ വളരെ സജീവമായൊരു ദിവസമാണ് നമുക്ക് മുന്നിൽ ഇനി നീണ്ടു നിവർന്നു കിടക്കുന്നത്. അപർണ കുറുപ്പ് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളും അവയുടെ വിശകലനങ്ങളും ഒക്കെയായി കൂടെ ചേരും. ന്യൂസ് ട്രെൻഡ്സിലെ ഇടവേളയ്ക്ക് ശേഷം എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ കാണാം.